ആശാനെ പടം എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും ലൂസിഫറിന്റെ മുകളിൽ വന്നിട്ടുണ്ടോ പടം? ലൂസിഫറിന്റെ മോള് വന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ അടിപൊളിയുണ്ട്. സെക്കൻഡ് ഹാഫ് ശരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് ശരിക്കും അടിപൊളിയായിരുന്നത്. അടിപൊളി റെക്കോർഡുകളൊക്കെ തകർക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും. അതെ 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 അതെ. ഫാൻസിന് തിയേറ്ററിൽ വന്ന് ഓളം വെച്ച് കാണാനുള്ള പടമുണ്ടോ? ഫാൻസിന് ആ അതെ അതെ അതെ. ഫാൻസിന് ശരിക്കും ട്രീറ്റ് തന്നെയാണ്. ശരിക്കും മോഹൻലാലിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നത്. അതെ അതെ അതെ. മലയാളിക്ക് തീർച്ചയായിട്ടും ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെ? മോഹൻലാലും പൃഥ്വിരാജും കട്ടക്കെട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. സസ്പെൻസ് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവരും കാണാം. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലൊക്കെ തന്നെയാണ്. എന്തായാലും എക്സ്പെക്ടേഷൻസിനൊപ്പം വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഹോളിവുഡ് മലയാളപ്പടമല്ല കാണുന്നത്, ഇംഗ്ലീഷ് പടം കാണുന്ന ഫീൽ. ഹോളിവുഡ് മൂവി കണ്ട പോലെ ക്രേസി മേക്കിംഗ്. അതെ എങ്ങനെയുണ്ട്? ഫസ്റ്റ് എങ്ങനെയുണ്ട്? ഫുൾ കൈയ്യുണ്ട്. ആ ഓക്കെ. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട് ബ്രോ? ബ്രോ എങ്ങനെയുണ്ട് ബ്രോ പടം? മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? തകർത്ത് അടിപൊളി. റെക്കോർഡുകളൊക്കെ തകർക്കും. പിന്നെ പൊള്ളിയാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ അത് അതേപോലെ ഫ്രെയിം ചെയ്ത രാജുവേട്ടൻ ആൻഡ് സുജിത് വാസുദേവ്, ഹാറ്റ്സ് ഓഫ്. അതേപോലെ എടുത്തിട്ടുണ്ട്. ഓരോ മൂവ്സും ഓരോ സ്ക്രീനും അല്ലെങ്കിൽ ഓരോ സ്ക്രീനിൽ അവരുടെ ഇക്വേഷൻ എന്തായാലും വർക്കൗട്ടായി. 100% ഞാൻ പറയാം, അവരുടെ ഇക്വേഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരാൾ പറയാൻ പാടില്ല, പറ്റില്ല. ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. അതേപോലെ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഗ്ലാഡ് ഐ കുഡ് അറ്റൻഡ് ദി ഫസ്റ്റ് ഷോ FDFS. അപ്പോൾ ലാലേട്ടൻ്റെ പീക്ക് ഫാൻ ബോയ് മൊമെൻ്റ് ആണ് എങ്കിലും ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല. ഇറ്റ് ഈസ് റിയലി അമേസിങ്. നിങ്ങളെല്ലാവരും പോയി കാണണം. BJP നമ്മുടെ പടത്തിൽ ഇങ്ങനെ ഇവർ പ്രശ്നം ഇങ്ങനെ പറയുന്നത് കേട്ടു. ഒരു ബാഹുബലി അല്ല ഒരു KGF എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു എമ്പുരാനുണ്ട്, ഒരു ലൂസിഫർ ഉണ്ട്, പീക്കായിട്ടുണ്ട്. 1000 കോടി കളക്ട് ചെയ്യോ? 1000 കോടി കളക്ട് ചെയ്യോ? 1000 കോടി ബ്രോ, അത് പൈസയുടെ അല്ല. ഞാൻ പറയുന്ന പൈസയുടെ ഒരു വാല്യൂ അല്ല, അതിന് മേലെയാണ്. പൈസ നമുക്ക് ഉണ്ടാക്കാം. പടം വന്നാൽ ഇത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വരും. പക്ഷെ പടം ഇറങ്ങുന്നതിന് മുന്നേ 60 കോടി കളക്ട് ചെയ്തല്ലോ. സോ ഇപ്പം പടം കണ്ടതിന് ശേഷം 1000 കോടി. എൻ്റെ ഒരു ബുദ്ധി വെച്ച് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് 180 to 200 ഇടയിൽ എന്തായാലും സ്കോർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് മേളിലോട്ട് പോയാലുള്ളൂ, അതിൻ്റെ താഴോട്ട് എന്തായാലും വരില്ല. ഹൗസ്ഫുൾ ആയിരിക്കും, പടം ഫുൾ ഹൗസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ്. താങ്ക് യു. ഇല്ല ഓക്കെ. പടം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പടം കണ്ടോ?